ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ ദിവസം ഇന്ന് തുടങ്ങുകയാണ്. അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, വിളക്കൊക്കെ കത്തിച്ചു. രാവിലെ 5 തിരിയിട്ട് വിളക്കൊക്കെ കത്തിച്ചു. ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങളുടെ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. അവിടോട്ട് ഞാനും ഏട്ടനും കൂടെ ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ കൊച്ചിന് സ്കൂളിൽ പോകണമല്ലോ, അത് കാരണം പെട്ടെന്നൊന്ന് പോയിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ സ്കൂട്ടറിലങ്ങ് പോയേ. അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതായതുകൊണ്ട് ഞങ്ങൾ ഒന്ന് വണ്ടിയിലങ്ങ് പോയി അമ്പലത്തിൽ. പെട്ടെന്ന് ചെല്ലും. ഇതാ കണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞു. ഇതാണ് മറ്റം നരസിംഹസ്വാമി അമ്പലം. ഇത് റോഡിൽ നിന്ന് കയറുന്ന വഴിയാണ്. ശരിക്കും ഈ അമ്പലം ആറ്റിലോട്ട്, അച്ചൻകോവിൽ ആറ്റിലേക്ക് അഭിമുഖമായിട്ടാണ് ഈ അമ്പലം നിൽക്കുന്നത്. അപ്പോൾ അതാ അമ്പലത്തിൻ്റെ മുറ്റത്തെല്ലാം പവിഴമല്ലി കണ്ടോ. നമ്മുടെ സിനിമയിൽ ശ്രീനിവാസൻ്റെ പാട്ടില്ലയോ, പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും അമ്പലം സുന്ദരം. വിഷുവൊക്കെ ആയിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ നിറയെ കൊന്നപ്പൂവാണ് ഇതിൻ്റെ മുറ്റത്ത്. വെളിയിൽ കൃഷ്ണനുണ്ട്. അങ്ങനെ രാവിലെ ഒരു പട്ടി എൻ്റെ മണ്ടേ കയറാൻ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. അതുവരെ മഴയൊന്നും പെയ്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നേ, എന്താ ഒരു മഴ. അതാ കണ്ടോ, ഇതാ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. പക്ഷേ അത് അച്ചൻകോവിലാറിന് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തൊഴുതിട്ടെല്ലാം ഇറങ്ങി. സ്ഥിരം ഞങ്ങൾ കാണുന്ന ആൾക്കാരെയൊന്നും കണ്ടില്ല. ഏട്ടൻ എന്നും പോകും, ഞാൻ വ്യാഴാഴ്ച മാത്രമേ പോകത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഈ വൈശാഖ മാസം വന്നില്ലായിരുന്നോ ഈ അടുത്ത സമയത്ത്. അപ്പോൾ വൈശാഖ മാസത്തിൽ ഞങ്ങൾ ആ മാസം ഫുള്ള് അമ്പലത്തിൽ പോയി രാവിലെ തൊഴുവായിരുന്നു. ഇവിടെ അമ്പലത്തിന് ചുറ്റും ഇഷ്ടംപോലെ മാവുണ്ട്. മാവ് നിറയെ മാങ്ങയാണ്. അയ്യോ, ഈ മാമ്പഴക്കാലത്ത് ഞങ്ങൾ കുറേ മാങ്ങ അമ്പലത്തിൽ നിന്ന് കഴിച്ചു. കിട്ടിയത് കറി വെച്ചും ഒക്കെ കഴിച്ചു. ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ യക്ഷിയമ്മയുടെ അവിടെയൊക്കെ തൊഴുതു. അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്ന് ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റും. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ്. അങ്ങനെ പണ്ടൊന്നും വലിയ ആളും തിരക്കും ഒന്നുമില്ലായിരുന്നു. ഇപ്പം ദൂരെ നിന്നൊക്കെ ഓരോരുത്തർ അറിഞ്ഞ് കേട്ടൊക്കെ വരുന്നുണ്ട്. സപ്താഹമൊക്കെ നടക്കാറുണ്ട്. വൃശ്ചിക 1 മുതൽ 7 വരെയാണ് ഇവിടെ സപ്താഹം. നല്ലൊരു കൊച്ചമ്പലമാണ് കേട്ടോ. ഇവിടെ ഭഗവാൻ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയാണ്. നരസിംഹമൂർത്തിയായിട്ടാണ്, മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ്. നരസിംഹമൂർത്തിയായിട്ടാണ് ഇവിടെ സങ്കല്പം. അങ്ങനെ മഴ ചാറാൻ തുടങ്ങി. അപ്പം ഞാനാണെങ്കിൽ അവിടെ വെളിയിലെല്ലാം നിന്ന് എല്ലാം തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ ഒരു കടയുണ്ട്, അവിടെ ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോരുവാണ്. അപ്പോൾ ഈ അമ്പലം നിങ്ങൾ നേരത്തെയും പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ അറിയാം. ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നതിൻ്റെ, അതായത് ഞാൻ തയ്ക്കുന്നതിൻ്റെ വീഡിയോ ഇടണമെന്നുണ്ട്. അത് നോക്കട്ടെ, ഞാൻ പോകെ അതും കൂടെ ഒന്ന് റെഡിയാക്കി ഇടാം. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോയോടുകൂടി നിർത്തുന്നു. കാരണം ഇവിടെ ഭയങ്കര സൗണ്ട്, ഭയങ്കര ശബ്ദം. ഇവിടെ ചെറിയൊരു തടിപ്പണി നടക്കുന്നത്. അപ്പം പണിയുടെ ശബ്ദം കാരണം കേൾക്കത്തില്ല ഞാൻ പറയുന്നത്. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കേ, ബൈ.